ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് എഗ്ഗ് കൊണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെയും അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വളരെ സിമ്പിളാണ് മേക്ക് ചെയ്തെടുക്കുവാനായിട്ടും. അധികം സമയമൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഫസ്റ്റ് ഒരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെക്കുക. ആ പാനിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുകയാണ്. കടുകൊന്ന് പൊട്ടി തുടങ്ങുന്ന ആ സമയം കൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും കുറച്ച് പെരിഞ്ചീരകവും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അത് നമ്മൾ കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ആ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഏതാണ്ട് മാറിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്കൊരു 2 വലിയ സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇച്ചിരി വലിയ സവോളയായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകുമാണ്. അത് നമ്മുടെ ആ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ അടപ്പ് കൊണ്ട് അടച്ച് വെച്ചിട്ടാണ് ഞാൻ സവോള വേവിച്ചെടുത്തിട്ടുള്ളത്. അഥവാ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടും സവോള നന്നായിട്ട് വഴറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇളക്കി കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് അടുത്ത് നമ്മൾ കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം അളവ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒരു 2 സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കുവാണ്. എന്നിട്ട് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒരു 2 സെക്കൻഡ് വഴറ്റിയതിന് ശേഷം ഞാൻ നല്ല മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. എന്നിട്ട് കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 2.5 ടീസ്പൂണോളം അളവ് മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെയും പച്ചമണം മാറുന്നവരെ ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ടോട്ടൽ ആ മസാലയുടെയൊക്കെ ആ മണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തക്കാളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാനിവിടെ 2 വലിയൊരു തക്കാളി തന്നെ എടുത്തിട്ടുണ്ട്. അത് 2 നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ മസാലയുടെ മണമൊക്കെ മാറിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തുടഞ്ഞിരിക്കണം നമുക്ക്. അതിനുവേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് തന്നെ അത് കുക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ അതിലേക്ക് ആ തക്കാളിയൊക്കെ ഇച്ചിരി നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും. അത് സ്പൂൺ കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഞാനിവിടെ എല്ലാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് മുട്ട ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 5 മുട്ടയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അതെല്ലാം ഇങ്ങനെ ചെറിയ പീസസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ സമയം ഇതെല്ലാം മിക്സായതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലെയിം വന്നിട്ട് ലോയിലാക്കിയതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് നമ്മളൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കണം. കാരണം ഈ മസാലയെല്ലാം ആ മുട്ടയിൽ പിടിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.